എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവൻ ജയനോടും മിനിയോടും പറയണം, നിങ്ങൾക്ക് മനസ്സിലൊരു വിചാരമുണ്ട്, ഉണ്ണിമോൾ അനിയന്റെ മോളല്ലേ, അവൾ എങ്ങനെ ബാലികാദേവി ആവുന്നൊക്കെ ആ ഒരു സംശയം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളൊന്നും ഉണ്ണിമോളുടെ മുന്നിൽ പോയി പറയാതിരിക്കുന്നേ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എന്തോ നാടകം കളിച്ചിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അല്ല, നാടകം കളിക്കാനായിട്ട് ഇത് നാടകത്തട്ടൊന്നും അല്ല, ഇതൊരു ക്ഷേത്രമാണ്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. അത് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന പൂജാരി പൂജ ചെയ്യുന്ന ആർക്ക് വേണ്ടതറിയോ? ബാലികാദേവിയുടെ മുന്നിൽ നിന്നിട്ടാ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഉണ്ണിമോളുടെ മുന്നിൽ അല്ല പൂജ ചെയ്യുന്നത്. 100 കണക്കിന് ആൾക്കാരാണ് അവിടെ അനുഗ്രഹം മേടിക്കാൻ വരുന്നത്. അവിടെ നിന്നും വെറും പൊട്ടന്മാരല്ലെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വാവ പറഞ്ഞു, 12 രാജാവിന്റെ കഥ അറിയാവോ? 12 രാജാവ് എടുത്തു വളർത്തിയ മണികണ്ഠകുമാരനെ, എന്നിട്ടും മണികണ്ഠകുമാരന് ഒരു അത്ഭുതം സിദ്ധി ഉണ്ടെന്ന്, ഒരു ചൈതന്യം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാനെ എന്ന് വിളിച്ച് തൊഴുത് നിൽക്കുക ചെയ്ത് 12 രാജാവും മണികണ്ഠകുമാരന്റെ മുന്നില്. അത് മാത്രമല്ല, മണികണ്ഠകുമാരന് വേണ്ടിയിട്ട് അങ്ങ് മലമുകളിൽ ഒരു ക്ഷേത്രം പണിത് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കാൻ ഞാൻ, പക്ഷെ ഒരു കാര്യമുണ്ട്. 2 ദിവസമായി ആതിരമോളെ കാണാതെ പോയിട്ട്, ഈ 2 ദിവസം മുമ്പ് കാണാതെ പോയ ആതിരമോളെ കൊണ്ടുതരാൻ നിനക്ക് സാധിക്കുമെന്ന് ചോദിക്കുക. ഈ പറയുന്ന ബാലികാദേവിയോട് പറഞ്ഞ അവര് എന്റെ മോളെ കൊണ്ട് തരുമോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അതെ, സന്ദീപൻ മഹർഷിയുടെ കാര്യം അറിയാവുന്ന ചോദിക്കണം. ശ്രീകൃഷ്ണൻ കുചേലന്റെ ഗുരുവായിരുന്നു അദ്ദേഹം. അങ്ങനെ ശ്രീകൃഷ്ണൻ പോകാൻ നേരത്തെ ഗുരുവിന് ദക്ഷിണയായിട്ട് കൊടുത്ത എന്താണെന്നറിയാവോ? 12 വർഷം മുമ്പ് കടലിൽ പോയ അവരുടെ മകനെ തിരിച്ചു കൊടുത്തിട്ട് പോയത്. ഈ സമയം വാവ പറഞ്ഞു, അത് വെച്ച് നോക്കുമ്പോ ഇത് 2 ദിവസം മുമ്പ് കാണാതായ, അതായത് കൊക്കയിലോ പുഴയിലോ എവിടെയെങ്കിലും ആട്ടെ പോയ ആദരച്ചേച്ചിനെ കൊണ്ടുതരാനായിട്ട് വെറും 1/2 മിനിറ്റ് പോലും വേണ്ട ദൈവത്തിനെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അത് ലംബുവും പറഞ്ഞു, ശരിയാ, ദൈവത്തിന്റെ ഇതൊക്കെ നിസ്സാരമാ, പക്ഷേങ്കില് ദൈവം കൂടെ കനിയണം. ദൈവത്തിന് മുന്നിൽ ചെന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രം ദൈവം പ്രാർത്ഥന കേൾക്കോളെന്ന് പറയാം. ഇത് കേട്ടപടി കേൾക്കാത്തപടി മീനും ചേനും കൂടെ നേരെ ബാലികാദേവിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അവരവിടെ പോയി ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം ഉണ്ണിമോള് പീഠത്തിൽ ഇരിക്കുന്നുണ്ട്. ഗിരിദേവനും മാവയും കൂടെ അങ്ങോട്ട് ചെന്നു. ഇവരൊന്നും മിണ്ടിയില്ല. ഇവരൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പൊ ഗിരിദേവൻ പറഞ്ഞതേ, ഇവർക്ക് മനസ്സിലൊരു വിഷമമുണ്ട്, പക്ഷെങ്കിൽ ഇവരുടെ അഹന്ത കാരണം ഇവരുടെ ഉള്ളിലെ വിഷമം എന്താ വെച്ചാൽ പുറത്ത് പറയാതെ മനസ്സിൽ തന്നെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അത് പുറത്ത് പറയാനൊരു മടിയാ. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, എല്ലാ കാര്യങ്ങളും ജഗദീശ്വരിക്ക് അറിയാം, ജഗദമ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങളുടെ മനസ്സറിയാം, നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും അറിയാന്ന് പറയാം. ലംബു പറഞ്ഞു, അല്ല, ഇവർക്കതൊന്നും വിശ്വാസം വന്നിട്ടില്ലാന്ന് തോന്നേ. ജഗദമ്പികയുടെ മനസ്സിലുള്ള നിങ്ങളുടെ വിഷമം എന്താന്ന് ജഗദമ്പയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പോഴും വിചാരം ഇത് ഉണ്ണിമോള് മാത്രമാണെന്നാ, ബാലികാദേവി അല്ലെന്നാ ഇവര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഗിരിദേവ ബാലികാദേവിയാന്ന് ഇവരെ വിശ്വസിപ്പിക്കാൻ പറയാം. ഇത് കേട്ടത് ഉണ്ണിമോള് ഗിരിദേവനെ ഒന്ന് നോക്കി. പെട്ടെന്ന് ഗിരിദേവൻ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നൊരു വെറ്റിലയും എടുത്തു. വെറ്റില എടുത്തിട്ട് ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതിപ്പം ബാലികാദേവിയുടെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ വെറ്റിലയ്ക്കകത്ത് തെളിയും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം. ഈ വെറ്റിലയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോൾ ആ വെറ്റില അവരുടെ നേരെ നീട്ടുക. ആദ്യം ഒന്നും മടിച്ചത് വാങ്ങാനായിട്ട്. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ, നിങ്ങളുടെ മനസ്സിലെ വിഷമം എന്താന്ന് ആ വെറ്റിലയ്ക്കകത്ത് ഇപ്പൊ ദേവി കാണിച്ചു വരുമെന്ന് പറയാം. അത് കേട്ടത് മിനിയും ജയനും പെട്ടെന്ന് ആ വെറ്റില മേടിച്ച് നോക്കുക. അങ്ങനെ ആ താമ്പോളത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ജയനും മിനിയും ആദ്യം കൂടെ നിൽക്കുന്ന ഒരു രൂപം അതിനകത്ത് തെളിഞ്ഞു വരുവാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജയനും മിനിയും മാത്രമായി. ഒന്നും മനസ്സിലായില്ല അവർക്ക്. ഇത് കണ്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ആദ്യത്തെ ഇതിനകത്ത് നിങ്ങൾ 3 പേരും നിൽക്കുന്ന ഒരു ഇതിലെ രൂപമല്ല തെളിഞ്ഞു വന്നേ, രണ്ടാമത്തേനകത്ത് നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം ആദ്യം നിങ്ങളുടെ കൂടെ ഇല്ലെന്നാ. അതാ പറഞ്ഞേ, അന്നപൂർണേശ്വരി ദേവിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പൊ നിനക്ക് വിശ്വാസമായോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മിനി പറഞ്ഞു, അതെ, എന്റെ മോളെ രക്ഷിക്കണം, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, എവിടെയാണെങ്കിലും അവളൊരു പോറല് പോലും കൂടാതെ നീ കാത്തുരക്ഷിച്ച ശരണം ദേവി. ഞങ്ങൾക്ക് വേറെ പോകാനായിട്ട് ഇടവില്ല, ഞങ്ങൾക്ക് ആരോടും ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും പോയി പറയാൻ പറ്റില്ല, നിന്റെ സന്നിധിയിൽ മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം ദേവി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ദേവി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഗിരിദേവന് ഒരു വെറ്റിലയും എടുത്തു. ആ വെറ്റില എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇതിനകത്ത് ആദർശേച്ചി ഉണ്ടല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ചേച്ചി എവിടെയെന്ന് പറഞ്ഞ് മേടിക്കുകയാണ്. പക്ഷെ ജയനും മിനിയും നോക്കിയിട്ട് അതിനകത്തെങ്ങും കാണുന്നില്ല. ഇതെവിടെ, ഇതിനകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലോ എന്ന് പറയാണ്. ഈ സമയം ബാലികാദേവി ആ വെറ്റില അങ്ങ് മേടിച്ചു നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുവാണ്. പിന്നീട് ഗിരിദേവനും വാവയും മേടിച്ചു നോക്കിയിട്ട്, ആ
ഇതിനകത്തുണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് ആ തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുത്തു. തിരുമേനി നോക്കിയപ്പോഴും അതിനകത്ത് ആതിരനെ കണ്ടു. ആഹാ, നല്ല സുന്ദരി കുട്ടിയാണല്ലോ, ഇത്ര നല്ല മിടുക്കി കുട്ടിയായിരുന്നില്ലേ മോളെന്ന് ചോദിക്കുക. ഇത് കേട്ടും ജയനും എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തങ്ങൾക്ക് മാത്രം ആതിരനെ കാണാൻ പറ്റുന്നില്ല. ഇതെന്ത് മറിമായം. പിന്നീട് വീണ്ടും ജയം മേടിച്ചാൽ നോക്കുകയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ സമയം ഗിരിജാൻ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളുടെ മനസ്സ് കുറെ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ മാലിന്യമൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മിനി ചോദിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഞങ്ങളുടെ മോളെ ഈ വെറ്റിലെത്താമ്പഴത്തിൽ കാണണമെങ്കിൽ, അവൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഈ സമയം ഉണ്ണിമോളെ ഒന്ന് നോക്കുകയാണ് ഗിരിദേവൻ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ദേവിയുടെ മനസ്സുള്ള കാര്യം എന്താണെന്നറിയോ? ദേവി പറയുന്ന കാര്യം ഈ ക്ഷേത്രം മൊത്തം അടിച്ചു വാരുക, ക്ഷേത്രം മൊത്തം അടിച്ചു വാരി തളിക്കാന്ന് പറയണം. പെട്ടെന്ന് മിനി പറഞ്ഞു, എന്ത് വെള്ളം ചെയ്യാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഒരാൾ മിറ്റം അടിക്കുക, ഒരാൾ അവിടെ വെള്ളം കൊണ്ടൊന്ന് തളിക്കാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് മിറ്റം അടിച്ച് തളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോക്കറ്റിനകത്ത് വെറ്റിലേം വെച്ചിട്ടുണ്ട്. തളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തൻ്റെ മോൾ എവിടെയാണെന്ന് അറിയണമല്ലോ. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മിനിയും ജയനും അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവരവിടെ പോയി അടിച്ചു വാരുവാണ്. അടിച്ചു വാരിയിട്ടും തീരുന്നില്ല. പിന്നെ കരികല വന്നുകൊണ്ടിരിക്കുക, വലിയ കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ജയൻ കുറെ വെള്ളമായിട്ടും കൂടെ വരുവാണ് കുടത്തിനകത്ത്. ആ വെള്ളം കൊണ്ട് തളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുടം കൈയും താഴെ വീണം കൊണ്ട് പൊട്ടിപ്പോവാ. പെട്ടെന്ന് വാവ വന്നിട്ട് പറഞ്ഞു, ദുശകനം ആണല്ലോ കാണുന്നത്, ശകുനം ശരിയല്ലോ എന്ന് പറയാ. കാരണം കുടം വീണ് പൊട്ടിയിട്ടുണ്ടെന്ന് പറയാ. അത് മാത്രമല്ല, ഇതേ ഇത്ര സമയം അടിച്ചതാന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് ഇവിടെ മൊത്തം വീണ്ടും കരിയിലാണല്ലോ. ഈ സമയം പെട്ടെന്ന് മിനി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞങ്ങൾ കുറെ സമയം അടിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ അടിച്ചു വരുന്നതനുസരിച്ച് വലിയ കാറ്റ് വന്നുകൊണ്ടിരിക്കുമെന്ന് പറയാ. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെന്താണെന്നറിയാവോ? നിങ്ങളുടെ മനസ്സിന് മാലിന്യം ഇപ്പോഴും ഉണ്ട്, അത് അങ്ങനെ തന്നെ കിടക്കുക. അത് മാറ്റാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഫുൾ അടിച്ചു വരാൻ പറ്റില്ല. അല്ലെങ്കിൽ കാറ്റിനെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് ഇവിടെ അടിച്ചു വരാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ മാലിന്യം എല്ലാം പോണെന്ന് പറയാം. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ കണ്ടെത്താൻ സാധിക്കത്തില്ല. ആ വെറ്റില താമ്പൂലത്തിൽ ഒന്നും തെളിയില്ല എന്ന് പറയണം. അങ്ങനെ തെളിഞ്ഞ് കാണണമെങ്കിൽ, നിങ്ങളുടെ മോള് എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലെ മാലിന്യം എല്ലാം മാറ്റി, അഹങ്കാരം എല്ലാം മാറ്റി നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിനിയും ജയനും നിൽക്കുവാണ്. ഇനിയിപ്പം ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറയണം. എന്ത് ചെയ്യാൻ പറ്റും, മോളെക്കുറിച്ചല്ലേ. ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടും പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ദേവിയുടെ അടുത്ത മാസമാണ് ഒരാശ്രയമുള്ളത്. പിന്നീട് കാണിക്കാൻ ദേവികമ്മ ഇങ്ങനെ പൂജാമുറി സങ്കടപ്പെട്ടിരിക്കുകയാണ് വീട്ടിൽ പോയിട്ട്. ആ സമയത്ത് അങ്ങോട്ട് രാജീവും വരുന്നത്. രാജീവ് വന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. പിന്നീട് രാജീവ് നേരെ വിനോദിനെ വിളിക്കുകയാണ്. വിനോദനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല വിനോദേട്ട എവിടെയാന്ന് ചോദിക്കണം. ഇത് ഞങ്ങൾ ഈ ക്ലിനിക്കിലുണ്ടെന്ന് പറയാം. അല്ല, ആതിരമോളെ കുറിച്ച് വല്ല വിവരം കിട്ടിയ? ഇതുവരെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. അതാ, നീ എവിടെയാ? അത് ഞാൻ വീട്ടിൽ എവിടെ അമ്മയുണ്ടെന്ന് പറയണം. അമ്മയുണ്ടോ? അമ്മ എപ്പോ വന്നു? ദേ അമ്മ ഇവിടെ വന്ന് പൂജാമുറി തന്നെ കയറിയിരിക്കുക, ജലപാനം പോലും നടത്തിയിട്ടില്ല, പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നുമില്ല. ആതിരമോൾ തിരിച്ചു വരാതെ ഒന്നും കഴിക്കില്ല കുടിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരേ ഇരിപ്പിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടാൻ വിനോദ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആ ലൊക്കേഷൻ ഇങ്ങോട്ട് ഇട്ടാട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, വേണ്ട, ഇങ്ങോട്ട് വന്നാൽ ശരിയാകത്തില്ല. അതെ, ഒരു കാര്യം ചെയ്യ, നീ അവിടെ നിൽക്കുക, അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? ഇവിടെ ഇപ്പം ഞാനും അനസൂയൊക്കെ ഉണ്ടല്ലോ. അല്ല, അഖിൽമോൻ്റെയിൽ ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിക്കണം. അങ്ങനെ അഖിൽമോൻ്റെ ഫോൺ കൊടുത്തു. അതെ അച്ഛാ, ആദർ ചേച്ചിനെ കാണാനില്ല. ആദർ ചേച്ചി എതിരായിട്ട് വന്നില്ലെന്ന് പറയാം. മോൻ വിഷമിക്കണ്ട കേട്ടോ, ആദർ ചേച്ചി ഇന്നോ നാളെയോ വരൂ കേട്ടോ. വന്നു കഴിയുമ്പം മോൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരൂ കേട്ടോ എന്നൊക്കെ പറയാം. ശരി അച്ഛാന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയം വിനോദ് അനസൂയോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇത്ര സമയമല്ലേ, ഇതുവരെ ആയിട്ടോ ആതിരമോളെ കണ്ടിട്ടില്ല, ആൾ എവിടെയാണോ എങ്ങനെയാണെന്നും അറിയത്തില്ലെന്ന് പറയാം. അനസൂയ പറഞ്ഞു, ശരിയാ, ഇനിയിപ്പോൾ ഏക വഴി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ബാലികാദേവിയുടെ അരിയിലേക്ക് വൈഷ്ണവിയുടെ അമ്മയും സാവിത്രിയൊക്കെ വന്ന് നിൽക്കുവാണ്. ഇങ്ങനെ വൈഷ്ണവിയുടെ അമ്മയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു വെപ്രാളവും വിഷമങ്ങളും ഒക്കെ കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ബാലികാദേവിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ബാലികാദേവി അവരെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.